പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലെത്തി നിൽക്കുമ്പോൾ അവസാനം മാധ്യമങ്ങളുടെയൊക്കെയും എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം അത് വേണ്ടതുപോലെ ഈ നിയമസഭാ ഇലക്ഷനിൽ UDFന് അനുകൂലമാകില്ല എന്ന ഒരു വിശകലനമാണ്. പ്രത്യേകിച്ചും ബിഗ് TV, മനോരമ മുതലായ മലയാളത്തിലെ മുൻനിര ചാനലുകൾ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുമ്പോൾ തെക്കൻ ജില്ലകളിൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം മുതലായ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ വിഷയമായി പ്രതിധ്വനിക്കേണ്ട ജില്ലകളിൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല. അവരുടെ സീറ്റുകൾ പഴയതിൽ നിന്ന് കുറയുന്നില്ല എന്ന ഒരു വിശകലനമാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കോന്നിയിലും ആറന്മുളയിലുമൊക്കെ മിക്ക സർവകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് പറയുമ്പോൾ സ്വർണ്ണപ്പാളി വിഷയം വലിയ ചർച്ചയാകുന്നില്ല തെക്കൻ കേരളത്തിൽ എന്ന ഒരു യാഥാർത്ഥ്യമാണ് വ്യക്തമാകുന്നത്. അവസാന നിമിഷം പോറ്റിയെ കയറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റി എന്ന പാട്ടുമൊക്കെയായി UDF കളം നിറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി കൊടുത്ത സ്വർണ്ണപ്പാളി വിവാദം അത് കൂടുതൽ പ്രതിഫലിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത് വോട്ടർമാരുടെ ഇടയിൽ ചർച്ചയാക്കുവാൻ UDF പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അത് വോട്ടർമാർ ഏറ്റെടുക്കുവാൻ മടിക്കുന്നു എന്ന ഒരു വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. അതാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളിലൊക്കെയും തെക്കൻ കേരളത്തിൽ LDFൻ്റെ ഒരു മുൻകൈ, അല്ലെങ്കിൽ കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ഒരു വലിയ വിജയം ആവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും LDF തെക്കൻ കേരളത്തിൽ നേട്ടമുണ്ടാക്കും എന്ന വിശകലനത്തിൽ വ്യക്തമാകുന്നു. അതായത് 2019 ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും അത് 2019 ലോക്സഭാ ഇലക്ഷനിൽ മാത്രമാണ് പ്രതിധ്വനിച്ചത്. അതിനുശേഷം വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ പിന്നെ 2021 വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ പ്രതിഫലിച്ചില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് LDF 2021 രണ്ടാമതും അധികാരത്തിലെത്തിയത്. അതുപോലെ 2024 ഉണ്ടായ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം അത് 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചു. പക്ഷേ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന ഒരു രാഷ്ട്രീയ നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. കാരണം ജനങ്ങൾ വിശ്വസിക്കുന്നത് 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ LDFന് കൊടുത്ത തിരിച്ചടി മതി എന്ന ഒരു ഇതാണ്. അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഒരു ചർച്ചാ വിഷയമാക്കേണ്ട എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന വിശകലനം തന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. കാരണം അത് ഏറ്റവും കൂടുതൽ വിഷയമാക്കേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ശബരിമല ഒരു വികാരമായി നെഞ്ചിലേറ്റുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെ നിന്ന് LDFന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ നിഗമനം തന്നെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് FRCA ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ അത് LDFന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവന, അതുപോലെ BJPയുടെ കാരുണ്യം കൊണ്ടാണ് BJP ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നത് എന്ന PC ജോർജിൻ്റെ പ്രസ്താവനയൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും കിരൺ റിജിജുവിൻ്റെയൊക്കെ പ്രസ്താവന അത് ക്രൈസ്തവ സമൂഹം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുണ്ടാകുന്ന പ്രസ്താവന, PC ജോർജിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൂഞ്ഞാറിൽ ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ PC ജോർജിൻ്റെ പ്രസ്താവനയോടുകൂടി ഇല്ലാതാകുന്നു എന്ന രാഷ്ട്രീയ നിഗമനം വരികയാണ്. PC ജോർജ് ഒരു ഡിസ്റ്റൻസ് ആയിട്ട് മൂന്നാമത് മാത്രമായിരിക്കും പൂഞ്ഞാറിൽ ഫലം വരുമ്പോൾ ഫിനിഷ് ചെയ്യുക എന്ന രാഷ്ട്രീയ നിഗമനം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളാമ്പി വാ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒരുപക്ഷേ ഈ ബില്ല് കൊണ്ട് ഏറ്റവും കൂടുതൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് BJP സാധ്യത കൽപ്പിച്ചിരുന്ന തൃശ്ശൂർ ജില്ലയിലെ സീറ്റുകളിലാണ് എന്ന രാഷ്ട്രീയ നിഗമനവും വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു അടവ് നയം CPM SDPI PDP ഡീലാണ്. അതൊരു പക്ഷേ CPMൻ്റെ ഒരു സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും CPMന് സാധ്യതകൾ അടഞ്ഞുപോയിരുന്ന തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ അവിടെ PDPക്ക് ഭീമാപ്പള്ളി പോലെയുള്ള ബെൽറ്റുകളുണ്ട്, അവിടെ വോട്ടുകളുണ്ട് PDPക്ക്. അതൊക്കെയും ഒരുപക്ഷെ CPMന് അനുകൂലമായി വീണാൽ ആ സീറ്റ് ഒരുപക്ഷെ
CPM പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ്. മാത്രമല്ല വർക്കലയിലും, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുമൊക്കെ നേരത്തെ തന്നെ PDP അവിടെ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ ആ വോട്ടുകൾ CPMന് അനുകൂലമായി വിനിയോഗിച്ചാൽ അവിടെ ഒരുപക്ഷേ ജോയി വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ SDP-യുടെ ചില ബെൽറ്റുകൾ, അവിടെ SDP കേഡർ പാർട്ടിയാണ്, RSS പോലെ തന്നെ കേഡർ സ്വഭാവമുള്ള സംഘടനയാണ്. ഓരോ മണ്ഡലത്തിലും 1000-2000 വോട്ടുകളൊക്കെ ഉണ്ട്. ആ വോട്ടുകൾ ഇപ്പോഴുള്ള ധാരണ അനുസരിച്ച് അത് ഏകദേശം പരോക്ഷമായി തന്നെ പുറത്തു വരികയാണ്. അത് CPMന് അനുകൂലമായി വീഴുകയാണെങ്കിൽ CPMൻ്റെ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന തിരിച്ചടിക്ക് ഒരു പരിധിവരെ അവർക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയും. കാരണം മുസ്ലിം വോട്ടുകളൊക്കെ ഏകദേശം ക്രോഡീകരിച്ച് തന്നെ UDFന് അനുകൂലമായി വീഴുമ്പോഴും SDP, PDP മുതലായ തീവ്ര സ്വഭാവം വെച്ച് പുലർത്തുന്ന സംഘടനകൾ CPMനോടൊപ്പം നിൽക്കുന്നു എന്നത് അവർക്ക് ഒരുപക്ഷേ കൂടുതൽ പ്രയോജനപ്രദമായി ഭവിച്ചേക്കും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. അത് ഏകദേശം സ്പഷ്ടമായി തന്നെ വരുന്നുണ്ട്. കാരണം മങ്കടയിലും വേങ്ങരയിലുമൊക്കെ SDP അവരുടെ സ്ഥാനാർത്ഥികളില്ല. പകരം അവിടെ മത്സരിക്കുന്നത് SDP CPM ധാരണയിലാണ്. പ്രത്യേകിച്ചും വേങ്ങരയിൽ കഴിഞ്ഞ പ്രാവശ്യം SDP സ്ഥാനാർത്ഥിയെ മത്സരിച്ച സബാഹാണ് ഇപ്രാവശ്യം അവിടെ CPM സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം SDP സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്താകമാനം മത്സരിക്കുന്ന കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ SDP CPM ഡീൽ ഏറ്റവും പ്രകടമായി തന്നെ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാകുകയാണ്. ഇനി മറ്റൊരു കാര്യം എടുത്താൽ അമ്പലപ്പുഴയെ സംബന്ധിച്ച് അവിടെ CPM SDP ഡീലുണ്ട് എന്ന് വ്യക്തമാകുന്ന ചില തെളിവുകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും അവിടെ ചില പഞ്ചായത്തുകളിൽ ഒക്കെ SDP വലിയ സ്വാധീനമുണ്ട്. അമ്പലപ്പുഴ നോർത്തിൽ 5 സീറ്റുകൾ പഞ്ചായത്തിലുണ്ട് SDP. അവിടെ SDP ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. പക്ഷേ അവിടെ SDP നിയമസഭയിൽ സ്ഥാനാർത്ഥിയില്ല. അവിടെ SDP G. സുധാകരനെ CPMൽ നിന്ന് പിറങ്ങിയിറങ്ങിയ സ്ഥാനാർത്ഥി G. സുധാകരനെ പരാജയപ്പെടുത്തുവാൻ അവിടെ SDP CPMമായി കൈകോർക്കും എന്ന രാഷ്ട്രീയ വിശകലനം തന്നെയാണ് വരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല BJPയും CPMും തമ്മിലുള്ള ചില ഡീഡുകളെക്കുറിച്ചുള്ള ചർച്ചകളും വരികയാണ്. പ്രത്യേകിച്ചും പാലക്കാട്, കാസർഗോഡ് എന്നീ 2 മണ്ഡലങ്ങളിൽ അവിടെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ വളരെ പർപ്പസ്ഫുള്ളി LDF മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ്. കാസർഗോഡും ഒപ്പം പാലക്കാട് മുസ്ലിം സ്ഥാനാർത്ഥികൾ വോട്ട് വിഭജിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് BJP വിജയിച്ചു വരുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് മഞ്ചേശ്വരത്ത് മറ്റൊരു തന്ത്രമാണ് പയറ്റുന്നതെങ്കിൽ, അതായത് SDP CPMന് അവിടെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ SDPയും CPMും ഒന്നിച്ചു നിന്നാലും അവിടെ മഞ്ചേശ്വരത്ത് BJPയെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. ഡിസ്റ്റൻസ് ആയിട്ട് ഒരു 3-ാം സ്ഥാനത്ത് മാത്രമേ അവിടെ CPM എത്തുകയുള്ളൂ. പക്ഷേ SDP-യുടെ പിന്തുണ CPMന് വരുമ്പോൾ അവിടെ BJPക്ക് സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പാലക്കാടും കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് CPM പരീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വോട്ടുകൾ വിഭജിക്കപ്പെടുന്നതുകൊണ്ട് അവിടെയും BJP വിജയിക്കുവാനുള്ള സാധ്യത തന്നെയുണ്ട് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. അതായത് അടവു നയങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ കൊണ്ട് മുന്നണികൾ നിറയുന്നു കളം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തരം അടവു നയങ്ങൾ കൊണ്ട് അവസാന നിമിഷങ്ങളിൽ CPMന് സാധ്യതയേറുന്നു, LDFന് സാധ്യതയേറുന്നു എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.